السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه دعاة الدين القبيم أما بعد. ബഹുമാനപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈൻ സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായി ഞാൻ ഈ സമയം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിഷയം ഇതാണ്: തോട്ട്സ് ഓൺ ഇസ്ലാം. ഇസ്ലാമിലെ ചില ചിന്തകൾ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ പദം തന്നെ സലാം, രക്ഷ എന്നാണ്. ഇസ്ലാം ക്ഷണിക്കുന്നത് രക്ഷയുടെ വീട്ടിലേക്കാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അള്ളാഹു സലാമിന്റെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത്. ഏതൊരു മനുഷ്യനെയും ഇസ്ലാം അവൻ പുൽകുന്നതോടുകൂടി അവനെ സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇസ്ലാമിന്റെ വാഹകർ എന്ന് പറയുന്നത് അവർ സമാധാനം കാംക്ഷിക്കുന്നവരും സമാധാനത്തെ പ്രചരിപ്പിക്കുന്നവരുമാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാളെ മാനസികപരമായോ ശാരീരികപരമായോ ബുദ്ധിമുട്ടിക്കണം എന്ന് ആലോചിക്കാൻ പോലും വകയില്ലാത്ത മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നുണ്ടാകുന്ന ചില സമകാലിക സാഹചര്യങ്ങൾ കാണുമ്പോൾ കൽബ് പിടയുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയം പോലും അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് വെമ്പൽ കൊള്ളുകയാണ്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിമായ ആളിൽ നിന്ന്, ഒരു ഇസ്ലാമിക വാഹകരിൽ നിന്നും ഉണ്ടാവുക എന്ന് ചിന്തിക്കാൻ പോലും സ്കോപ്പില്ലാത്ത ഒരു സമയം. അങ്ങനെ ഒരു മതത്തിൽ ഒരു പ്രേരണയുമില്ലാത്ത ഈ ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ എന്തു പറ്റി നമ്മുടെ സമൂഹത്തിന്? അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് നിന്നാണ് ഈ അക്രമങ്ങൾ നമ്മൾ കണ്ട് സാക്ഷിയാകുന്നത്. എവിടെ എത്തി നമ്മുടെ സമൂഹം? ഇതിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടത്? ആരാണ് ഇതിന് പരിശ്രമിക്കേണ്ടത്? എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നാണല്ലോ. ഒരു കാര്യം ചെയ്യുന്നതിന്റെ മുമ്പ് 2 തവണ ആലോചിക്കണമെന്ന് പഠിപ്പിച്ച നേതാക്കന്മാരുടെ അനുയായികളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഏത് പ്രവർത്തനം ചെയ്താലും അതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഇത് മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, സലാം, രക്ഷയുടെ വീട്ടിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. അവിടെ അക്രമങ്ങളില്ല, അവിടെ സന്തോഷങ്ങളും അവിടെ ഒരുപാട് നല്ല സമീപനങ്ങളുമാണുള്ളത്. അങ്ങനെ 2 ലോകത്തും വിജയികളിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.